നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകാറുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമം തട്ടി കഴിഞ്ഞാൽ നമ്മളൊരു നല്ല ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മലയാളികൾ പേടിക്കുന്നു. എന്തിന്? നിങ്ങൾക്കൊരു പ്രണയ നൈരാശ്യം വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ചേച്ചി മരിച്ചു, അനിയൻ മരിച്ചു, അപ്പം നിങ്ങൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ജസ്റ്റ് അയാളുടെ അടുത്ത് പോയി നിങ്ങളുടെ വിഷമങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാനസികമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപദേശം എന്താണ് ഇതിന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് ഉപദേശം തരുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ടല്ലോ, ഒരു ആശ്വാസമുണ്ടല്ലോ, അത് വളരെ വലുതായിരിക്കും. ചിലപ്പോൾ കേവലം കുറച്ച് സിറ്റിംഗ്സിലൂടെ, കുറച്ച് കൗൺസിലിങ്ങിലൂടെ മാറിപ്പോകാവുന്ന സംഭവം പിന്നീട് അത് മെഡിക്കേഷനിലോട്ട് പോകേണ്ട ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിക്കരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കുക. നിങ്ങളോട് ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുട്ടികളോ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്.